ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് യമൻ്റെ മണ്ണിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ലോകത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്രയേറെ കിലോമീറ്ററുകളും ഇത്രയും രാജ്യങ്ങളും താണ്ടി അവർ പോയി അവിടെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഹൊദൈദ തുറമുഖം, യമനിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ്. അപ്പോൾ അവിടെയാണ് അറ്റാക്ക് ചെയ്തത്. അതായത് ഇസ്രായേൽ അത്രയേറെ നമുക്കറിയാം, നമ്മൾ പറയാറുണ്ട് ഇസ്രായേൽ വളരെ ശക്തമായ രാജ്യമാണ്. പക്ഷേ അവർ അടിവര ഇടുകയാണോ ഞങ്ങൾ സൂപ്പർ പവറാണ് എന്ന്? അങ്ങനെ അടിവര ഇടുന്നല്ല, ഇവിടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അവർക്ക് അങ്ങനെ സൂപ്പർ പവർ ആഗ്രഹമല്ല എന്ന്. ഇത് മറ്റേ ഏതൊരു സിനിമ മോഹൻ തോമസ് ചോദിച്ചതിൻ്റെ അറിയാം. നമുക്ക് കാര്യങ്ങൾ നടക്കാൻ നമുക്ക് അധികാരം നമ്മളവിടെ കയറിയിരിക്കണ്ടല്ലോ, കസേര നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇരുന്നാൽ പോരെ സർ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്, യൂറോപ്യൻ രാജ്യങ്ങൾ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇന്ത്യയിൽ അവർക്ക് വലിയൊരു സേനുണ്ട്. അതുകൊണ്ട് അവർക്ക് അവിടെ കയറി ഇരുന്നിട്ട് അമേരിക്കൻ പോലെ ലോക പോലീസായിട്ടുള്ള സമ്പത്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർക്ക് അതിലൊന്നും അവർക്ക് താല്പര്യമൊന്നുമില്ല. അവർക്ക് ഇപ്പം അവരെ സംഭവം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഹൂതികൾ നിരന്തരമായിട്ട് അങ്ങോട്ട് വന്ന കപ്പലുകളൊക്കെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഹൂതികളുടെ തലവേദന, അപ്പോൾ ഓരോ തലവേദന അവരിങ്ങനെ ഫുൾ ടൈം 24 hours അലേർട്ടായ രാജ്യമാണ് ഇസ്രായേൽ. അപ്പം നിങ്ങൾ ഈ 24 hours അലേർട്ടായ രാജ്യത്ത് എങ്ങനെ പോയി ഹമാസ് അടിച്ചു എന്ന്, അത് അവരുടെ പ്രധാനമന്ത്രി തന്നെ വന്ന് സോണിയ കമോൺ എന്ന് വന്നുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെയാണ്. പിന്നെ അത് അയാൾ ചാൻസ് ഉണ്ടായിരിക്കും, അയാൾ അതോടൊരു സേഫ് ആയില്ലേ? അല്ല അയാൾ ഇപ്പോഴേക്ക് ഒന്ന് ജയിലിൽ പോവുകയായിരുന്നു. അയാൾ സേഫ് ആയില്ലേ? ഇത്രയും കാലം നിങ്ങൾ അയാളെ പറ്റി വല്ലതും കൊണ്ടുന്നുണ്ടോ? ഇല്ല. അതാണ് സംഭവം. പക്ഷെ ഇവന്മാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവസരത്തിൽ മൊത്തം ഒന്നൊന്നര അടി കൊടുത്തു. അവിടെ അയാൾ പേടിച്ചു. ഇതൊരു പ്ലാൻഡ് ഭാഗമായിരുന്നു, മനസ്സിലായി. പക്ഷെ പിന്നെ ഇയാളുടെ റിട്ടാലിയേഷൻ അത് അവരെയും വിചാരിച്ചതിന് അപ്പുറമായി അറ്റാക്ക്. ഇതിനിടയിൽ മരിച്ചത് ഒരു 10 പാവങ്ങളായ 10-30 ലക്ഷം പല ഗസേര പാവങ്ങൾ. മറ്റവൻ ഗസാന്ന്, നമ്മൾ ഗസാന്ന് പറയുന്നത് ഗാസ തന്നെ, നമ്മളങ്ങനെ പഠിച്ചത് ഗാസാന്ന് തന്നെയാണ് ശരിയായ. അല്ല, എങ്ങനെയും കിടക്കണേ. ഇവിടെ വേറെ ഒരുത്തനാണ് ഗസാന്ന് പറഞ്ഞോണ്ടിരുന്നത്. നമുക്ക് ആ കമ്പനി ചേരാൻ താല്പര്യമില്ല, നമ്മൾ ഗാസാന്നാണ് പഠിച്ചത്, ഈ ഗാസാന്ന് തന്നെ പറയുന്നുള്ളൂ. പിന്നെ പിന്നെ നമ്മൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്നതൊന്നും അല്ല ഉച്ചാരണം. അല്ല, അതങ്ങനെയൊക്കെ പല ഉച്ചാരണം അങ്ങനെയൊക്കെ തന്നെ. ഇതാണ് യഥാർത്ഥ ഉച്ചാരണം എന്നൊക്കെ പറഞ്ഞു വരുമല്ലോ. അങ്ങനെയൊന്നുമില്ല. ഓരോരോ പ്രദേശത്തെ ആളുകളുടെ രീതിക്ക് ശീലങ്ങൾക്കനുസരിച്ചിട്ട് ശബ്ദസ്നായുക്കളിൽ മാറ്റങ്ങളൊക്കെ വരും. അപ്പം അതിനനുസരിച്ച് വളരെ അപൂർവം പേരെ ഒരാൾ ഒരു ഉച്ചാരണ ശൈലി പൂർണ്ണമായി മാറ്റമുണ്ട്. അയാളായി മാറുകയാണ്. ഇപ്പം ഞാനൊരു അമേരിക്കക്കാരനെ പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങുകയാണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഒരു ഐഡന്റിറ്റി വന്നത്, അതിൻ്റെ ആവശ്യമില്ല. പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാകും പോലും പ്രശ്നമല്ല, കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അപ്പം ഇവരുടെ കാര്യം എന്ന് വെച്ചാൽ അപ്പോൾ ഏതാണ് 30,000-ഓളം ഈ ഗാസയിലെ പാവങ്ങളും ഇസ്രായേലിൽ ഒരു 1,000-ഓളം ആളുകളും 2,000-ഓളം ആളുകളും ഇത് വില കൊടുക്കേണ്ടി വന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ റൂട്ടീനായിട്ടുള്ള അറ്റാക്കിൻ്റെ ഭാഗമാണിത്. ഇതല്ലെങ്കിലും ഉണ്ടാവും. പിന്നെ ഇത് സൗദി അറേബ്യൻ്റെ മുകളിൽ കൂടെ പറഞ്ഞു എന്നുള്ള വലിയ കാര്യമില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. അവർ ഇറാൻ ആക്രമിച്ച സമയത്ത് അവരുടെ അടുത്തൊന്നല്ല ഇറാൻ, അവർ മുകളിൽ കൂടെ സാധനം വിട്ടത്, അതൊന്നും പറ്റാത്ത രീതിയിൽ വിട്ടു. ഇറാനോടൊരു യുദ്ധം അവരിപ്പോൾ ആഗ്രഹിക്കുന്നില്ല നേരിട്ട്. കാരണം അത് വലിയ ഇറാന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അവരത്തിനെ തന്നെ പിന്നെ എന്താണ് പറയുക, സ്ട്രോങ് അല്ലെങ്കിൽ പോലും അവർ പിന്നെ നല്ല സൈന്യശക്തിയുള്ള ഒരു രാജ്യമാണ്. തുറന്ന യുദ്ധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് ഇറാനുമായിട്ട് അങ്ങനെ തുറന്ന യുദ്ധത്തെ അവർ ഉദ്ദേശിക്കുന്നില്ല. ചിലപ്പോൾ ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ സൈറ്റിൽ ചിലപ്പോൾ ബോംബ് ഇട്ടെന്നൊക്കെ വരും, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് തൊട്ട് മുമ്പ് അതൊക്കെ അവർ ചെയ്യും. അല്ലാതെ സാധ്യതയല്ല. അപ്പം അതുകൊണ്ട് ഈ ആകാശം ഒരുപാട് ദൂരം ആകാശത്തോടെ പല രാജ്യങ്ങളും മറികടന്നു പറയുന്ന കാര്യമൊന്നുമില്ല. ഇറാൻ്റെ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഹൂതികൾ. അവിടെ എണ്ണക്കിണറിലേക്ക് ഈ പറയുന്ന പിള്ളേർ കളിക്കുന്ന ഹെലികോപ്റ്റർ അല്ലേ, അതിൻ്റെ അവള് ബോംബും കെട്ടിച്ച് വിടുന്നതാണ് ബഹുമാന പരിപാടി. എണ്ണക്കിണറിന് തീ കൊടുക്കലാണ് ബഹുമാന മെയിൻ. അപ്പം അതുകൊണ്ട് സൗദി അറേബ്യക്ക് സന്തോഷമേ ഉള്ളൂ, കയ്യാനേറെ മീൻ പിടിക്കാൻ, അത്രേ ഉള്ളൂ. ഇവരുടെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണത്തിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ എണ്ണ വിറ്റിട്ടാണ് ഇവന്മാർ കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, ഇതിന്റെ കാര്യത്തിൽ ഹൂതികൾക്ക് മര്യാദയ്ക്ക് അവരെ കാര്യം നോക്കിയിരുന്നാൽ മതി. അവരുടെ സഹോദരങ്ങൾ, അത് സുന്നി മുസ്ലിങ്ങളുടെ രാജ്യമായ സൗദി അറേബ്യക്ക് പോലും അവരെ ഇഷ്ടമല്ല. അവരിപ്പോൾ യമനുമായിട്ടൊക്കെ ഇറാനൊക്കെ ആയിട്ടൊക്കെ ടൈപ്പ് ഉണ്ടാക്കുന്ന പോലും തീവ്രവാദികളായിട്ട് അവർക്ക് ഒരു ബന്ധമില്ല. അപ്പം ഇവർക്ക് മര്യാദയ്ക്ക് ഇവരെ കാര്യം നടന്നാൽ പോരെ. അല്ലെങ്കിൽ ആദ്യം പോയിട്ട് മുസ്ലിങ്ങളെ കൊല്ലുന്ന മുസ്ലിം രാജ്യത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും. പാകിസ്ഥാനിൽ പോയിട്ട് ഷിയാക്കളെ രക്ഷപ്പെടുത്തും, ഇറാനിൽ പോയിട്ട് സുന്നികളെ രക്ഷപ്പെടുത്തും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ നല്ലത്. ഈ കലാപരിപാടികൾക്ക് ശേഷം ക്രിസ്ത്യാനികളെ ജൂതന്മാരെ കയ്യിൽ നിന്ന് മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ പോരെ.
ഇതൊരു താക്കീതായിട്ട് വേണമെങ്കിൽ കാണാം. ഇത്രയും ദൂരം ഞങ്ങൾക്ക് പറന്നു വന്ന് താക്കീത് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. അല്ല, മറ്റു അയൽ രാജ്യങ്ങൾക്കും ഇതൊരു താക്കീതാണ്, ഞങ്ങളോട് കളിച്ചാൽ സൂക്ഷിക്കണം എന്നുള്ളൊരു. അല്ല ഇപ്പം നമ്മൾ പറഞ്ഞ ഇറാൻ അല്ല ഇറാൻ അറിയാലോ, ഇവർക്കൊക്കെ നമ്മളെക്കാട്ടും അറിയാ ഇവരാരാന്ന്. പല യുദ്ധങ്ങൾ നടത്തി തോറ്റതല്ലേ, ശ്രമിച്ചു നോക്കിയതല്ലേ, നടന്നില്ലല്ലോ. ഇറാൻ, പലസ്തീൻ. അല്ല പലസ്തീൻ്റെ വിഷയത്തിൽ തന്നെ ഇവ സൗദി അറേബ്യയും ഇറാഖും ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം കൂടി എത്ര ഈജിപ്റ്റാണ് മേലെ ഏറ്റവും ശക്തമായ രാജ്യം, പിന്നെ ടർക്കിയാണ്. ടർക്കി നേരിട്ട് യുദ്ധത്തിലൊന്നുമില്ല, ഈജിപ്റ്റ് എത്ര യുദ്ധങ്ങൾ നടത്തിയ തോറ്റുപോയതല്ലേ. അന്ന് റഷ്യ പിന്നെ അമേരിക്കയുടെ സപ്പോർട്ട് ഓപ്പൺ ആയിട്ടില്ല ഇവർക്ക്. എന്നിട്ട് അവരെന്ത് ചെയ്താൽ ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് സെക്കൻഡ് ഹാൻഡ് മിറാഷ് മേടിച്ച് അതിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്തത്. അന്ന് ഈ പിന്നെ ഈജിപ്തിനെയൊക്കെ തകർത്ത് കളഞ്ഞത്. ഈജിപ്തിൻ്റെ കയ്യിൽ അന്ന് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങളുണ്ട് സോവിയറ്റ് റഷ്യയുടെ. അത് മൊത്തം ഈ സോവിയറ്റ് റഷ്യ ഇവർ കൊടുത്ത 110ഓളം ഫ്ലൈറ്റുകൾ, അവർ കൊടുത്ത ഈജിപ്റ്റ് കൊടുത്ത ഫ്ലൈറ്റുകൾ റൺവേന്ന് പൊങ്ങാൻ പോലും ഇവർ സമ്മതിച്ചു. അതിനുമ്പോൾ റൺവേ ബോംബ് ചെയ്ത് കളഞ്ഞു. അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തെന്താ പറയുക, 2 വർഷക്കാലം നിരന്തരം ആ റൂട്ടിൽ സോട്ടി പോയിക്കൊണ്ടിരുന്നു. സോട്ടി എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ പരിശീലന പറക്കലുകൾ വിമാനം പോകും. അപ്പം ജോർദാൻ അവർ റിപ്പോർട്ട് കൊടുക്കും, അതേ വിമാനം പൊങ്ങിയിട്ടുണ്ട്. അതിനകത്ത് 2.5 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരും. 2.5 മണിക്കൂർ കഴിഞ്ഞ് ജോർദാൻ പിന്നെ ഈജിപ്തിന് അടുത്ത മുന്നറിയിപ്പ് കൊടുക്കും, അതായത് വിമാനമൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്, നിങ്ങൾ ചാടിച്ചു നോക്കും. ഇതായിരുന്നു സ്ഥിതി. അങ്ങനെ 2.5 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഈ അക്രമം നടക്കുന്ന തൊട്ട് മുമ്പത്തെ ദിവസം എന്ന് വെച്ചാൽ ഈജിപ്റ്റ് ഇവരെ കോഡ് മാറ്റി ഈ ജോർദാൻ കൊടുത്ത്. ഇത് ജോർദാൻ അറിയിക്കാൻ വിട്ടുപോയി. അപ്പോൾ ജോർദാൻ പറഞ്ഞു, ജോർദാനിന് മെസ്സേജ് പോയി, അപ്പോൾ അതുപോലെ തന്നെ സോട്ടി ഫ്ലൈറ്റ് പിന്നെ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2.5 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വന്നില്ല. തിരിച്ചു വന്നപ്പോൾ അവർ തിരിച്ചു വന്നില്ല എന്ന് മെസ്സേജ് എടുത്തു. ഇത് വായിച്ചെടുക്കാൻ അവന്മാർക്ക് പറ്റിയില്ല. ആ സമയത്ത് ഈ പൈലറ്റുമാരൊക്കെ ഉറങ്ങി കിടക്കുമ്പോഴാണ് റൺവേ ബോംബ് ചെയ്ത് കളഞ്ഞത്. അതിൽ നമുക്ക് പറ്റിയ വലിയ നഷ്ടം, നമ്മളത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്തൊരു ജർമ്മൻ നാസി സയൻറ്റിസ്റ്റുകളെ അമേരിക്കയെ കൊണ്ടുപോയി റഷ്യയെ കൊണ്ടുപോയി അവർ വീതിച്ചെടുത്തു. അങ്ങനെയാണ് സത്യം അവർ ഈ പറയുന്ന റോക്കറ്റ് ടെക്നോളജിയും പിന്നെ ഈ പറയുന്ന ഫ്ലൈറ്റ് ഈ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനൊക്കെ ജെറ്റ് എഞ്ചിനൊക്കെ നിർമ്മിച്ചത്. ഇതുപോലെ നമുക്കും ഒരാളെ കിട്ടിയിരുന്നു, ഒരാളാണ്. അങ്ങനെ അന്ന് നമ്മൾ ഈ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഈ പറയുന്ന മാരുത് എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു ഫൈറ്റർ ജെറ്റ് ഫസ്റ്റ് 1.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റ് നമ്മൾ ഉണ്ടാക്കി. അത് ലോങ്ഡേവാല യുദ്ധത്തിലൊക്കെ നമ്മളെ സഹായിച്ചതാണ്. ആ ഒരു ഇതാണ്. അതിൻ്റെ സ്പീഡ് 1 മാക്ക് ശബ്ദത്തെക്കാട്ടും ജസ്റ്റ് 1 മാക്ക് ഒരു ശബ്ദത്തിന് ശബ്ദത്തിന് വേഗം സഞ്ചരിക്കുന്ന വിമാനമായിരുന്നു. 1 മാക്ക് പൂർണ്ണമായി കിട്ടില്ലായിരുന്നു, 9.3 മാക്ക് കിട്ടുമായിരുന്നു. പക്ഷെ നമുക്ക് അത് മതിയായിരുന്നു അന്ന്. അപ്പം അതിൻ്റെ എൻജിൻ പക്ഷേ കുറച്ചുകൂടി എൻജിന് ശക്തി കൂട്ടണം, 1.5 മാക്ക് എത്തണം എന്ന രീതിയിൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ ഇയാളിനെ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ സഹായിച്ച് ഈ ജർമ്മൻ സയൻറ്റിസ്റ്റ്. അപ്പോൾ ഇതേ പ്രശ്നം ആർക്കുണ്ടായിരുന്നു, ഈജിപ്തിനുണ്ടായിരുന്നു. പിന്നെ അന്ന് ഈജിപ്റ്റ് ഇന്ത്യയൊക്കെ തമ്മിൽ നല്ല ബന്ധമാണ്. അപ്പോൾ ഈജിപ്തിലെ ഈ ബോംബ് ചെയ്ത ആ ഒരു എയർബേസിലായിരുന്നു ഇതിൻ്റെ പരീക്ഷണം നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ മാരുതിൻ്റെയും ഈജിപ്തിന് വേണ്ടിയും ഈ എൻജിൻ നിർമ്മിച്ചുകൊണ്ടിരുന്നു. ഈ ബോംബിങ്ങിനിടെ ആ എൻജിനെ അവർ തകർത്തു. ആ ഒരു പ്രൊജക്റ്റ് അതോടുകൂടി നിന്നു. അതിനുശേഷമാണ് നമ്മൾ റഷ്യയിൽ നിന്ന് വൻതോതിൽ MiG-21 മേടിച്ചു തുടങ്ങിയത്. അല്ലെങ്കിൽ നമ്മളിപ്പോഴേക്ക് ഒരു 5th ജനറേഷൻ അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ മൻമോഹൻ സിംഗിൻ്റെ സമയത്താണ് ഈ തേജസ് വരുന്നത്. വാജ്പേയി മൻമോഹൻ സിംഗ് മോഡി സമയത്താണ് തേജസ് വരുന്നത്. അതിന് ഇപ്പോഴും നല്ല എൻജിനില്ല. അതിൻ്റെ എൻജിൻ്റെ നമുക്ക് സ്വന്തമായിട്ട് ഇതുവരെ നമ്മൾ റോക്കറ്റ് എൻജിനൊക്കെ ഉണ്ടാക്കി, ജെറ്റ് എൻജിൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള. ഇതിൻ്റെ തന്നെ നമ്മളുണ്ടാക്കിയ കാവേരി എൻജിൻ പോരായിട്ട് അവസാനം ഫ്രാൻസിൽ നിന്ന് സെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻജിനുണ്ട്, അവരുടെ ഫൈറ്ററിനെ അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അങ്ങനെ തന്നെ മേടിച്ചുകൊണ്ട് വെച്ചാൽ ഇപ്പോഴത്തെ വിമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴത്തെ തേജസ് വാക്കുന്നത്. അപ്പോൾ അന്നത് ഡെവലപ്പ് ചെയ്ത് നിന്ന് നമ്മൾ ഓൾറെഡി അതിൽ സെൽഫ് സഫിഷ്യൻ്റ് ആകുമായിരുന്നു ക്രയോജനിക്കായിരുന്നു. ഇപ്പോൾ ക്രയോജനിക്കിനായിരുന്നു റഷ്യയിൽ നിന്ന് സംവിധാനമാണ് എല്ലാം കൂടി കള്ളക്കടത്തി സാധനം കൊണ്ടുവന്നുകൊണ്ടാണ് നമ്മളെ പെട്ടെന്ന് പഠിച്ചെടുത്തത്. ഇത് നമ്മൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി പഠിച്ചെടുക്കാൻ സമയം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും റോക്കറ്റ് എഞ്ചിൻ ഉണ്ടാക്കിയിരുന്ന ജെറ്റ് എഞ്ചിൻ ഉണ്ടാക്കാത്തത്. അന്ന് റഷ്യയിൽ നമുക്ക് കള്ളക്കടത്ത് സാധനം കിട്ടി, ഇത് കിട്ടിയില്ല. ഇതത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് സംഭവം. റഷ്യ നമുക്ക് കള്ളക്കടത്തി കൊണ്ടുവന്നത്. സോവിയറ്റ് റഷ്യ ഇല്ലാതായി പോയില്ലേ. അവർ നമുക്ക് ക്രയോജനിക് സാങ്കേതിക വിദ്യ തരാമെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് തന്നതല്ല, അല്ല തരാമെന്ന് പറഞ്ഞു. റഷ്യ തകർന്നു. റഷ്യ തകർന്നപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇന്ത്യക്ക് കൊടുക്കല് എന്ന് യെൽസിനോട് അമേരിക്ക പറഞ്ഞു. അവർക്ക് നമുക്ക് തരണമെന്നുണ്ട്. നമ്മളെ സയന്റിസ്റ്റുകൾ അവരുടെ സയന്റിസ്റ്റുകളൊക്കെ തമ്മിൽ എങ്ങനെ ബന്ധമാണ്. അപ്പോൾ ISRO ഒന്ന് സ്പെഷ്യൽ ടീം പോയിട്ട് കള്ളക്കട നടത്തി കൊണ്ടുവന്നെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതാണ് ആ സിനിമയിലുള്ളത്. സംവിധാനത്തെ പറ്റിയുള്ള സിനിമയല്ലേ, പാകിസ്ഥാൻ വഴി കൊണ്ടുവരുന്നത്. പാകിസ്ഥാൻ വഴി കൊണ്ടുവരുമ്പോൾ ആൾ സംശയിക്കില്ലല്ലോ. നേരിട്ട് പറക്കാൻ പറ്റില്ല, ഇവിടെ റീഫ്യൂൽ ചെയ്യണം വിമാനം.
അപ്പം അങ്ങനെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ചു. ഇപ്പം ജെറ്റ് വിമാനത്തിൻ്റെ ടെക്നോളജി അവർ കൈമാറില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്വന്തമായി ഡെവലപ്പ് ചെയ്യുന്നത്. അന്നേ ശ്രമിച്ചിരുന്നു. അപ്പം അന്ന് ആ ഒരു ഇതിൻ്റെ ഭാഗമല്ല എങ്കിൽ കൂടി പറയാം, അന്ന് ആ പ്രോജക്റ്റ് നശിപ്പിക്കേണ്ടത് ഇവർ ഇസ്രായേലിന് ശരിക്കും അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട്, ഫ്രാൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അന്ന് ആ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ സോവിയറ്റ് റഷ്യ ഉപയോഗിച്ചിട്ടുണ്ടാവും. അവർക്ക് ഈ യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള ഈ ഈജിപ്തിലെ ഇന്ത്യയിലെ മാർക്കറ്റ് ഇല്ലാതാവും. അപ്പോൾ അതിന് ഇവരെല്ലാം കൂടി അന്ന് ഇവരെ സഹായിച്ചിട്ടുണ്ട് രഹസ്യമായിട്ട്. അതുകൊണ്ടാണ് അതും കൂടി ടാർഗറ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഫലമായി എന്താ സംഭവിച്ചത്? പിന്നെ നമ്മൾ അടുത്ത 90-കൾ വരെ നമ്മളും ഈജിപ്തും ഒക്കെ തന്നെ ഇപ്പോഴും ഒന്നെങ്കിൽ റഷ്യ, അമേരിക്ക അല്ലെങ്കിൽ പിന്നെ ഫ്രാൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ ഏവിയേഷൻ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത്, എസ്പെഷ്യലി എയർഫോഴ്സ് നിലനിൽക്കുന്നത്. ഇതല്ലേ നമ്മളിപ്പോഴേക്ക് സെൽഫ് സഫീഷ്യൻ്റായി പോവുകയായിരുന്നു. അപ്പോൾ യുദ്ധത്തിന് അങ്ങനെ ഒരുപാട് തലമുണ്ടായിരുന്നു. നമുക്കും കൂടി എതിരായിട്ടുള്ള യുദ്ധമായിരുന്നു. പിന്നെ ഇന്ദിരാഗാന്ധി പെട്ടെന്ന് സോവിയറ്റ് റഷ്യയായിട്ട് അടുത്തു. അതുകൊണ്ടാണ് അവരെ പ്രൊജക്റ്റ് വേണ്ടെന്ന് വെച്ചത്. റഷ്യക്കാർ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ മിഗ് വിമാനങ്ങൾ മേടിച്ചു കൂട്ടിയായിരുന്നു. അത് റഷ്യക്ക് വലിയ ഗുണമായി. പിന്നെ നമ്മൾ എഞ്ചിൻ ഉണ്ടാക്കി നമ്മൾ തന്നെ ഉണ്ടാക്കുമല്ലോ സാധാരണ. ഈ റഷ്യക്കാർക്കും ഇവർക്കും ഈ ടെക്നോളജി കിട്ടിയത് ജർമ്മനീൻ്റെ കയ്യിൽ നിന്ന്, അവിടെ നിന്ന് തന്നെ നമുക്കും കിട്ടാനുള്ള വഴി തെളിഞ്ഞു വന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് അവരൊരു ശല്യം തീർക്കുന്നതാണ്. പിന്നെ അവർ ഒരു എന്താ പറയുക നാഷണൽ സെക്യൂരിറ്റി സ്റ്റേറ്റാണ്. 24 അവറും അവർ വിജിലൻ്റ് ആൻഡ് ബിലിജറൻ്റ് ആണ്. ഇപ്പോൾ യുദ്ധം വന്ന എപ്പോഴും ഒരു യുദ്ധം അവർ മുൻകൂട്ടി കാണുന്നുണ്ട്. പിന്നെ അവിടെ ഒരു അറ്റാക്ക് ആരൊക്കെ നടത്തേണ്ട അവർ സമ്മതിച്ചുകൊണ്ടാണ്. ഒരു പണി വേറെ ആർക്കും കൊടുക്കാൻ വേണ്ടി അവർ സമ്മതിക്കുന്നതുകൊണ്ടാണ്. ഒരു യുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പം ഇസ്രായേലിന് വേൾഡ് മിലിറ്ററി സൂപ്പർ പവർ ആണെന്നില്ല. അവർ സൂപ്പർ പവർ ആണ്. അമേരിക്കനൊക്കെ നിയന്ത്രിക്കുന്ന അവർ തന്നെയാണ്. അവർക്കാണ് ഇതൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്റേണൽ സെക്യൂരിറ്റിയാണ് ഇപ്പോഴത്തെ വിഷയം. പിന്നെ മാത്രമല്ല, ഈ ഹൂതികൾക്കെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുമ്പോൾ സൗദി അറേബ്യക്കൊക്കെ അത് ഗുണമാണ്. വലിയ മെനക്കേടില്ലാതെ അവന്മാരെ തീർത്തോളുമല്ലോ. പിന്നെ ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ഇസ്രായേലിൻ്റെ യുദ്ധോപകരണങ്ങൾക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് വലിയ ന്യൂസ് കിട്ടും. അപ്പോൾ മറ്റു രാജ്യങ്ങൾ കൂടി സാധനങ്ങളൊക്കെ മേടിക്കും. യുദ്ധങ്ങൾ പലപ്പോഴും മാർക്കറ്റിംഗ് തന്നതും കൂടിയാണ്, അത്യന്താധുനിക യുദ്ധവിമാനങ്ങളുടെയും മറ്റു വെപ്പൺസിൻ്റെയൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇവരുടെ ഡ്രോണുകളൊക്കെ അവർ മേടിക്കും, മറ്റു രാജ്യങ്ങളൊക്കെ മേടിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പിന്നെ ഉദ്ദേശം. അല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ലോകത്ത് ഏറ്റവും വലിയ 3ാമത്തെ സൈനിക ശക്തിയായിരിക്കും. ഒന്നാമത്തത് ചൈന, ഒന്നാമത് അമേരിക്ക, രണ്ടാമത്തത് റഷ്യ തന്നെയാണ് ഇപ്പോഴും. 3ാമത്താണ് ചൈന, 4ാമത്തെ ഇവരായിരിക്കും. പക്ഷെ ഇവരത് പറഞ്ഞ് നടക്കുന്നില്ല. നമ്മളെക്കാട്ടൊക്കെ ശക്തമാണ് അവരുടെ സിസ്റ്റം. പക്ഷേ 5ാമത് ചിലപ്പോൾ നമ്മളായിരിക്കും. 5ാമത് നമ്മളാണ്. ബ്രിട്ടനും ഫ്രാൻസും അങ്ങനെ അവർക്ക് പണ്ടത്തെ സിസ്റ്റമൊക്കെ ഉള്ളൂ. അവർക്ക് ടെക്നോളജി ഉണ്ട്, പക്ഷെ അതിന് ഒരുപാട് കാശ് വേണം. അതുകൊണ്ടാണ് ഫ്രാൻസ് ഇവിടെ പറ്റി കിടക്കുന്നത്. നമ്മളോരോരോ കൊരാറ അവർക്ക് കിട്ടുമ്പോൾ അവിടെ ഭയങ്കര സെലിബ്രേഷനാണ്. മനസ്സിലായി? അവർ സെലിബ്രേറ്റ് ചെയ്യട്ടെ. നമുക്കെന്തായാലും ഈ ചർച്ച അവസാനിപ്പിക്കാം.